ഹായ് എല്ലാവർക്കും രാഗാസ് കിച്ചൻ വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് മലപ്പുറത്തുള്ള മിനി ഊട്ടി. അതായത് ഇതിൽ രണ്ടെണ്ണം ഉണ്ട്. ഇതിൽ മിസ്റ്റി ലാൻഡിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. ഇന്ത്യയിലെ തന്നെ വലിയൊരു ഗ്ലാസ് ബ്രിഡ്ജാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് കഴിയെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഇവിടെ പാർക്കിംഗ് ഫീസ് ഉണ്ട്. പാർക്കിംഗ് ഫീസ് വരുന്നത് 20 രൂപയാണ്. നമ്മളെ തൊട്ടു ബാക്കിലത്തെ സീനറിയാണ്. കാണുമ്പോ നല്ലൊരു വ്യൂ ആണ്. ഇപ്പൊ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ കാണാൻ. വെറുതെ പറയാലോ, കറക്റ്റ് തന്നെയാണ്. നമ്മള് വന്നതിലേക്ക് ഒരു നഷ്ടം തന്നെയാണ്. കുറെ ദിവസമായി ഇങ്ങനെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഏഷ്യയിലല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജാണ്. അപ്പൊ അവിടുത്തെ ടിക്കറ്റ് പ്രൈസ് ഒക്കെ ഞങ്ങൾ ചെന്നേരം പറയാം. നമ്മുടെ മിസ്റ്റി ലാൻഡിന്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള കവാടട്ടാ പ്രവേശനം. അതായത് നമ്മുടെ മിനി ഊട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട് കേട്ടാ. പിന്നെ ഇതാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നത്. അപ്പൊ ഇത് ചെറുതും അതിന് തൊട്ടന്നെ ഏറ്റവും വലിയതും 2 ബ്രിഡ്ജ് ഉണ്ട് കേട്ടാ. ഇപ്പൊ നമ്മുടെ ഈന്തപ്പന നട്ടുപിടിപ്പിച്ചിട്ടാ. ഇവിടുത്തെ ടിക്കറ്റ് പോകാനല്ല എടുത്തത്. അപ്പൊ ടിക്കറ്റ് പ്രൈസിന്റെ നിരക്കൊക്കെ എങ്ങനെയാ പറഞ്ഞു? ഇവിടുത്തെ ടിക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഗ്ലാസ് ബ്രിഡ്ജിൽ പോവാണെങ്കിൽ പെർ ഹെഡ് 200 ആണ്. ബാക്കി ഇവിടെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കോംബോ ഓഫർ 3 റൈഡ് 100, പിന്നെ ചിൽഡ്രൻ പാർക്ക് 70. അങ്ങനെ ഓരോന്നിന്റെ കറക്റ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് 200 ആണ്. പിന്നെ നമ്മൾ ഓരോന്ന് പിന്നെ പെറ്റ്സിന്റെ ഒരു ഏരിയ ഉണ്ട്. അങ്ങനെ ഓരോന്നുണ്ട്. അതിനൊക്കെ സെപ്പറേറ്റ് നമ്മൾ പൈസ പറയണം. അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ ഇവിടുത്തെ ഈ ബ്രിഡ്ജിന്റെ മുകളിലേക്ക് പോയതിനു ശേഷം അതാണ് ബ്രിഡ്ജ് കേട്ടോ. പോയതിനു ശേഷം പിന്നെ നമുക്ക് പെറ്റ്സ് പാർക്കിൽ പോകണം. അവിടെ സ്നേക്കൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, പോകണം. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. കാണുന്നത് ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഉള്ളിലേക്ക് കടന്നുമ്പോ എന്തൊക്കെ വേണം, ആവശ്യമുള്ളതും ഇല്ലാത്തതും തന്നെയാണ് അവിടെ മെൻഷൻ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. കറക്റ്റ് എഴുതി വെച്ചിട്ടല്ല 1 തൊട്ട് 11 വരെ. ഇത് നമ്മള് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് എൻ്റർ ആകുമ്പോഴാണ്. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജിന്റെ എൻ്റർ. ഇതിനുള്ളിലത്തെ മിസ്റ്റി ലാൻഡ് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് നമുക്ക് കടക്കാനായിട്ട് ചെരുപ്പൊന്നും ഇടാൻ പാടില്ല. ചെരുപ്പിടുമ്പോ കോറിൽ വരും. അതുകൊണ്ടാണ് ഇവിടെ ചെരുപ്പ് നിരോധിച്ചേക്കുന്നത്. നമ്മതേ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അടി കൂടെ നോക്കുമ്പോ ഇതൊന്നും കാണുന്നുണ്ടാ. ഇതിൽ അതേപോലെ തന്നെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ നമുക്ക് കാണുന്ന വ്യൂ ആണ്, വ്യൂ പോയിന്റ് ആണ്. മോനെണ്ണ ഇപ്പൊ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു നടത്തുന്നതാണ് കേട്ടാ. അതേ മഞ്ഞ് വന്നു തുടങ്ങി. അപ്പൊ നമുക്ക് വീഡിയോക്ക് ഇത്തിരി ക്ലിയർ കുറവുണ്ടാവും. അപ്പൊ അതേന നമ്മുടെ മിനി ഊട്ടിയുടെ മുകളില് ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് കേട്ടത്. അതെ മഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറേശ്ശെ അതെ ആട്ടം ഉണ്ട് കേട്ടാ. പിന്നെ മഴ ചാറുണ്ട്. അടിപൊളി ആംബിയൻസ് തന്നെയാണ് നമ്മുടെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ. നല്ലൊരു പ്രകൃതി രമണീയമായ കാഴ്ച തന്നെയാണ് കാണാനായിട്ട്. ബാക്ക് വശം കാണാട്ട് ഊട്ടി, മിനി ഊട്ടി ഗ്ലാസ് ബ്രിഡ്ജിന്റെ കണ്ടില്ലേ? നല്ല അടിവശം അടിവശപ്പ് കാണിക്കാം. അടിവശപ്പ് കാണിക്കാട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിന്റെ അടിവശം കാണണം കേട്ടോ. ഏകദേശം അണ്ടറിന് 200 മീറ്റർ ഉണ്ട് ഈ ബ്രിഡ്ജിന്റെ മറ്ററ്റം വരെ. മറ്ററ്റത്തേക്ക് ഈ ഭാഗമാണ് എൻഡ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡ് വരെ ഏകദേശം 200 മീറ്റർ ഉണ്ട് കേട്ടോ. നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഉൾവശമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ അടികൊടുക്ക് നമുക്ക് നോക്കുമ്പോ അതെ വ്യൂ പോയിന്റ് കാണാം. ഇപ്പൊ നമുക്ക് നേരത്തെ മോനോട്ടം പറഞ്ഞു 200 മീറ്റർ ആണ് ഇവിടുന്ന് സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട്. നമ്മുടെ തൊട്ട് നേരെ കാണുന്നത് ചെറിയ ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ. അപ്പൊ നമ്മൾ കയറിയത് വലിയ ഗ്ലാസ് ബ്രിഡ്ജാണ്. അതിനാണ് 200 വന്നേക്കണത്. നമ്മൾ നിൽക്കണത് ഇത് സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നാണ് കേട്ടോ. അവിടുന്ന് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് കഴിഞ്ഞ് ഇത്ര അധികം 200 മീറ്ററോളം നീളമുണ്ട്. നമ്മൾ പിന്നെ അവിടെ നിന്ന് കടന്നിട്ട് അതിന് അടുത്ത് തന്നെ പെറ്റ്സിന്റെ പാർക്കിലേക്കാണ് കേട്ടോ പോണത്.
കുതിര സവാരിക്ക് വേണ്ടിയിട്ട് ഒരു കുതിരനെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. പിന്നെ പാഡ്സ് പാർക്കിന്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള എൻട്രി ഫീസ് ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ. നമ്മളത് പാഡ്സ് പാർക്കിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോ കാണുന്നത് ആദ്യം തന്നെ കിളികളാണ് കേട്ടോ. അതിന് കുറെ വിവിധ തരം തത്തമ്മോളാണ് നിൽക്കുന്നത്. ബേഡ്സിനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവർക്ക് തിന്നാൻ കൊടുക്കാനായിട്ട് തലയിലാണ് ചേച്ചി പാട്ടെടുത്ത നമ്മളിത് പിന്നെ കണ്ടത് ഇതേ കൂവഴിയാണ് കേട്ടാ. നല്ല വലിപ്പുണ്ട്. ഇതിൻ്റെ ഉള്ളിലും ഒരു ഗിനിയും പിന്നെ രണ്ട് വ്യത്യസ്ത തരം കോഴിയാണ് കേട്ടോ. രണ്ടും ഇത് ടർക്കിയാണ്. ഫോട്ടോ എടുത്തോട്ടാ. അപ്പൊ ഇവിടെ അധികം ഗിനിക്കോഴീനാണ് ഇട്ടേക്കുന്നത്. പിന്നെ നമുക്ക് ഇട്ടേക്കുന്നത് കുറച്ച് സ്ഥലത്ത് മൊയിലുകൾ ഇട്ടുണ്ട് കേട്ടോ. പേര് ആസ്ട്രേലിയൻ പീസന്റ്. പിന്നെയുള്ള പേരാണ് പേര് ജാക്കോബിൻ. അത് ഒരെണ്ണം ഉള്ളോട്ടാ. ഇതാണ് ഇഗ്വാനാണ്. അപ്പൊ ഇത് കടിക്കൊന്നുമില്ല നമുക്ക്. ഫോട്ടോ കൈ കടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഷോട്ട് എടുക്കുമ്പോണ്ട അപ്പൊ അതിന്റെ ഉള്ളിൽ തന്നെ വേറെ 2-3 മീനുകളൊക്കെ എടുക്കുന്നു കേട്ടോ. ഒട്ടകത്തിനെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അതിനെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് തൊടരുത് കടിക്കുന്നൊക്കെ. ടെ 2 എണ്ണം തന്നെ കൂടിൻ്റെ ഉള്ളിൽ വേറെ കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഇതിൻ്റെ ഉള്ളിലത്തെ പാഡ്സിന്റെ പാർക്ക് കണ്ടു കഴിഞ്ഞു. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ വീണ്ടും ഗ്ലാസ് ബ്രിഡ്ജ് ഒന്ന് എടുത്തു എന്നുള്ളോട്ടാ. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. വീണ്ടും ടിക്കറ്റ് എടുക്കേണ്ടി വരും. ഒരാൾ ഒരു വട്ടമൊക്കെ എടുത്തതാണ്. അപ്പോൾ അതെ പുറത്തുനിന്ന് നോക്കിയപ്പോൾ അതാ കാണുന്നത്. മിനിയൂട്ടി എന്ന് പറയുന്നത് കറക്റ്റ് തന്നെയാണ്. കാരണം മഞ്ഞ് പതിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇതേ കുട്ടികളുടെ പാർക്കാണ്. ഞങ്ങൾ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്കൊന്നും കുട്ടികളതങ്ങല്ല വലിയവർക്കും കയറാം. അപ്പൊ ഇതിലൊക്കെ അഡീഷണൽ ഓരോ സ്ഥലത്തേക്ക് കയറുന്നതിനനുസരിച്ച് നമുക്ക് പൈസയും വേണം കേട്ടോ. നമ്മുടെ ഇവിടേക്ക് ഫസ്റ്റ് കയറാൻ എൻട്രി ഫീസ് 20 പക്ഷെ നമ്മള് ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള 400 എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് 200. ആ എടുക്കുകയാണെങ്കിൽ നമുക്ക് എൻട്രി ഫീസ് ഇല്ല. പിന്നെ അതിൽ ഓരോ ആക്ടിവിറ്റി ചെയ്യുന്നതിന് നമ്മൾ അഡീഷണൽ പൈസ കൊടുക്കണം. അത് ഞാൻ പറഞ്ഞു. പെറ്റ്സിന്റെ ഇതിന് കാണാൻ പോയപ്പോ ഒരാൾക്ക് 50 ആണ്. അപ്പൊ ഇതിന് നമുക്ക് ഇതിന് നേരത്തെ ഞങ്ങൾ കോമ്പോ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടുള്ള ഫോട്ടോസ് ആണ് കാണുന്നേട്ടാ. ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഗ്ലാസ് ഒക്കെ വെച്ച് മഴ പെയ്യുന്നുണ്ട്. കുടം നനയ്ക്കാണ്ട് നോക്കണം ഞങ്ങൾ മാത്രമല്ലോ. സ്വന്തം അവിടെ എടുത്ത് വെച്ചാൽ തൽക്കാലം കേട്ടോ.
അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ നിശ്ചയിലാണ്ടല്ലേ ഊട്ടി ഇവിടെ അവസാനിപ്പിച്ച് അടുത്തൊരു സ്ഥലം കൂടി ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അണ്ടർ വാട്ടർ ടണൽ അക്വറിയം. അവരുടെ ടിക്കറ്റ് ഫീസ് എത്രയാണെന്ന് അറിയില്ല നോക്കിട്ട്. അതുപോലെ ഇതില് സിപ്പ് ലൈൻ സിപ്പ് ലൈനും ഉണ്ട് കേട്ടോ. അതിലൊന്നും നമ്മൾ കയറിയില്ല. അപ്പൊ നമ്മളിത് കോടയ്ക്കൽ കൂടിയിട്ടാ മഴ കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കോടയ്ക്കൽ കൂടി വീഡിയോ എടുക്കാൻ നിൽക്കാം. നമ്മളിവിടെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് വീണ്ടും ഒന്നും കൂടി എടുത്താട്ടാ. ഇപ്പൊ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ലൊരു സ്ഥലമാണ് മിനി ഊട്ടി. അതായത് മിനി ഊട്ടി രണ്ടെണ്ണം ഞാൻ പറഞ്ഞ പോലെ ഇത് മിസ്റ്റ് ലാൻഡിലത്തെ ആണ് മിനി ഊട്ടി. ഇതിലാണ് വലിയ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. അപ്പൊ അതെ പണ്ടത്തെ ഒരു കാളവണ്ടിയാണ്. അപ്പൊ നമ്മൾ പണ്ടൊക്കെയും റോഡ് മാർഗം സഞ്ചരിക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്നത് ഈ കാളവണ്ടിയിലാണ്. പിന്നീടാണ് അത് ബസ്സിനും പിന്നെ കാറായിട്ടും നമുക്ക് ഓരോരോ മാർഗങ്ങളായിട്ട് വന്നത്. അപ്പൊ അതിൻ്റെ ഒരു സ്റ്റാച്ചു ഇവിടെ പണിതിട്ടുണ്ട് കേട്ടോ.